സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഇപ്പോൾ ഇതൊന്നും സത്യത്തിൽ നമ്മളിപ്പോൾ കാണുന്നവരെല്ലാവരും കൂടി തന്നെയാണ്. അവർ തന്നു നമ്മളെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ അംഗങ്ങളെല്ലാവർക്കും അവകാശപ്പെട്ടു. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇത് കിട്ടിയത്. ആദ്യത്തെ ഇൻകമിൽ എന്താ മേടിച്ചത്? അമ്മക്ക് മേടിച്ചത് ഇവിടെ ഉണ്ട് ആദ്യത്തെ പൈസ. അമ്മക്ക് വാൾവിന്റെ ഒരു മാറ്റി വെക്കലാണ്. അത് അമ്മ പറയും ഇടക്കിടക്ക്. നമ്മളെക്കാട്ടി സന്തോഷം നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ അംഗങ്ങൾക്കാണ്. അവിടെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ വരുന്നില്ല. മുംബൈയിൽ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ഈ വയനാട്ടിൽ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിന്റെ സംഘടനയുടെ ഭാഗമായിട്ട് തിരക്കില്ല. ഞാൻ വരുന്നില്ല പറഞ്ഞ ഒഴിവായതാ. ഞാൻ പറഞ്ഞ അവരുടെ അവർ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുക. എനിക്ക് അത്രപ്പാട് സംസാരിക്കാൻ അറിയില്ല. എനിക്ക് പുള്ളിയോടനെ ഞാൻ പറഞ്ഞു എന്നെ ഒഴിവാക്കി തരാൻ പറ്റുമോ, നമുക്ക് നാട്ടിലെങ്ങാനും അയച്ചു തരാൻ പറ്റുമോ ഈ സാധനം, അല്ല പിന്നെ മേടിച്ച മതിയോന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇത് നീ മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് അത്ര വലിയൊരു ചാൻസ് ആണ്. എനിക്കത് നേരിട്ട് കാണാനൊരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് എടുക്കാൻ പോവാണ്. ഇത് കുട്ടീനെ എടുക്കുന്നല്ലേ എടുക്കട്ടെ, ഞാൻ എടുക്കട്ടെ. ഇപ്പൊ ഇത് മാത്രല്ല മറ്റൊരു വിശേഷം കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അച്ഛനാണോ അമ്മയ്ക്കാണോ ഏറ്റവും കൂടുതൽ? അമ്മയ്ക്കാണ്. മലയാളം എഴുതാനും വായിക്കാനൊക്കെ ആരോ പഠിപ്പിച്ചു? അതെ, ഞാൻ തന്നെ. ഞാൻ കല്യാണം കഴിച്ചൊരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ലൈഫിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തോട്ടുള്ള വന്നോട്ട് നമ്മളെ ലൈഫ് എല്ലായിടത്തും നമ്മളെ അറിഞ്ഞിട്ട് തന്നെയാണ് അന്നേരെ പെരുമാറില്ല. ഞാൻ എപ്പോൾ എൻ്റെ ചങ്ങന്മാരോട് എല്ലാവരോടും പറയല് നമ്മളെ അങ്ങനെയെല്ലാം മനസ്സിലാക്കുന്ന റോൾ നമുക്ക് കിട്ടണമെന്നില്ല പ്രാർത്ഥിക്കും. കമന്റ്സ് ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. ചില ആൾക്കാർക്ക് നമ്മളിപ്പം തന്നെ കണ്ടിട്ടില്ല, വലിയ വിഷയം നടക്കുമ്പോൾ ചില കമന്റുകൾ ഇപ്പൊ അങ്ങനെയുള്ള ചിലവർ പല സ്ഥലത്തായിട്ടും കമന്റ് ഇടുന്നത് ഞാൻ കാണലുണ്ട്. നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പോൾ എല്ലാം നമ്മൾ ചിലപ്പോൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് എത്താണ്ട് ഒരാളെത്തുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള ചിലപ്പോൾ എപ്പിസോഡ് ഓഫ് മഴവിൽ കേരളം. കേരളത്തിലെ ആദ്യത്തെ 50 മില്യൺ ഫാമിലി ഉള്ള ഒരു ഫാമിലിയുടെ കൂടെയാണ് ഞാനുള്ളത്. യെസ്, നമ്മുടെ KL ബ്രോ ബിജു ചേട്ടൻ ആൻഡ് ഫാമിലിയുടെ കൂടെയാണ് ഞാനുള്ളത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദി ഷോ. കിട്ടുന്ന കാര്യം ഞാൻ എടുത്തു പറഞ്ഞില്ലെന്നായിരിക്കും അവന്റെ വിഷമം. ഓക്കെ, അപ്പോ 50 മില്യൺ കഴിഞ്ഞു അമ്മ. എല്ലായിടത്തും പറയണം 50 മില്യൺ കഴിഞ്ഞു. അത് മാത്രമാണ് ഒരു ക്രിസ്റ്റൽ പ്ലേ ബട്ടൺ കൂടെ കയ്യിലുണ്ട്. എന്താണ് ബിജു ചേട്ടാ പറയാനുള്ളത്? സന്തോഷം. സന്തോഷമുണ്ട്. എല്ലാവരും കൂടി കൂടെ നിന്നു. നമ്മളെ യൂട്യൂബ് ഒരു കുടുംബമാണ്. നമ്മളെ ഒരാൾക്കാരും ചേർന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു അവാർഡുകൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ അവസാനം വന്നിട്ട് ഈ ക്രിസ്റ്റൽ എൻ്റെ ശരിക്കും പേരെനിക്കല്ല, റൂബി എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പ്ലേയുണ്ട്. 50 എല്ലാം കിട്ടുന്നത് എന്തെന്ന് അറിയില്ലേനും അങ്ങനെ യൂട്യൂബ് വിളിച്ചു. നമ്മൾ ഡൽഹി പോയിട്ട് വാങ്ങിച്ചു. സന്തോഷം. എല്ലാവരും വലിയ കുടുംബം, എല്ലാവർക്കും അർഹതപ്പെട്ടെ ക്രിസ്റ്റൽ. ഒരിക്കലും ഒറ്റയ്ക്ക് ഞാൻ ഈ അർഹതപ്പെട്ടത് എടുക്കില്ല എന്നെല്ലാം പറയുന്നത് എല്ലാവർക്കും ഉള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിൽ തന്നെ ഉള്ളൊരു എളിമ അല്ലേ ചേച്ചി? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ അമ്മ? ഒരു അഹങ്കാരവും എളിമത്തുള്ള കുടുംബം എന്നാ പറയുന്നത്. അത് ഈ ഒരു ഒത്തൊരുമ ഉള്ളത് കൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. അമ്മയ്ക്ക് എന്താ പറയാനുള്ള ഈ അവസരത്തില്? അങ്ങനെ ഒത്തൊരുമയില് ഇങ്ങനെ നമ്മൾ ഇതുവരെക്കും ഇങ്ങനെ കൊണ്ട് നടന്നു മോളെ. ഇതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേ എത്തിക്കാൻ പറ്റണേന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഉണ്ട് ഒരുപാട് സന്തോഷം. ഇങ്ങനെ അല്ല, പ്ലേബട്ടൻ ചോദിച്ചത് ഞാൻ കേട്ടു, മോള് കേട്ടിനെ. പക്ഷേങ്കില് ഇനിയും നമുക്ക് ഒന്ന് കിട്ടുന്ന സമയത്ത് നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് നമുക്ക് ഉണ്ടാവുക. സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഇങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഒരാള് വന്ന് നമ്മളെടുക്ക നിന്ന് ഇങ്ങനെ ഒരു 4 വാക്ക് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാനും കാണാനും കേൾക്കാനും ഉള്ള ആ ഒരു ഭാഗ്യം ഇനിയും നമുക്ക് ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇത് മാത്രല്ല മറ്റൊരു വിശേഷം കൂടെ ഉണ്ട് അല്ലേ ബിജുചേട്ടാ? എന്താണ് വിശേഷം? എനിക്ക് തോന്നുന്നു ഡബിൾ മധുരാണ് ഇവിടെ അല്ലേ? ഇരട്ടി മധുരാണ് ഇവിടെ ഉള്ളത്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇത്രയും ഒരു വലിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു തുടക്കത്തില്? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. കന്നഡക്കാരിയാണ്. എങ്ങനെ മലയാളത്തിലേക്ക് എത്തി?
മലയാളം എനിക്ക് പണ്ടേ കുറച്ചെല്ലാം അറിയാനു. അച്ഛന് തലശ്ശേരിക്കാരനാണ്. അപ്പം വീട്ടില് മലയാളം നമ്മൾ സംസാരിക്കല്. പക്ഷെ ഇതുപോലത്തെ ഒരു മലയാളമല്ല, നമ്മള് ചെറിയ കന്നഡ എല്ലാം മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മലയാളമായിരുന്നു. കർണാടകത്തിൽ നിൽക്കുമ്പോൾ പിന്നെ കന്നഡ ആൾക്കാരെല്ലാം കൂടിയിട്ടുള്ള അങ്ങനെയല്ലേ മലയാളം ഉണ്ടാവും. പിന്നെ ഇവിടെ വന്ന പിന്നെ കണ്ണൂരിന്റെ ഒരു മലയാളം ഭയങ്കര ഒരു സ്പീഡാണ് ഇവിടുത്തെ മലയാളം. അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറെ എല്ലാരോടും സംസാരിച്ചതായപ്പോ ശരിയായി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ കുടുംബമാണ് ശരിക്കും 50 മില്യൺ അല്ലേ? അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതിനെ കുറിച്ച് എന്താ ഋതുക്കുട്ടന് പറയാനുള്ളത്? ഋതുക്കുട്ടൻ നമുക്ക് ചിരിക്കാൻ അടുത്തൊന്നും ചോദിക്കുന്നില്ല. ഋതുക്കുട്ടനാണ് ഇന്നത്തെ മറ്റൊരു താരം. എന്താ ഋതുക്കുട്ട പറയാനുള്ളത്? സ്കൂളിലൊക്കെ എന്താ എല്ലാരും പറയാ? എന്താ പറയാ? എന്താ സ്കൂളിലൊക്കെ പറയുന്നേ? കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. എന്താ പറയുന്നത് ഋതുവിന്റെ സ്കൂളിലുള്ളവരൊക്കെ? അടിപൊളിയാണ് പറയാനുണ്ട്. അച്ഛൻ ഇങ്ങനെ ഡൽഹിയിൽ പോയതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എല്ലാരും അറിയും, അത് വേറെ കാര്യം, നമ്മള് പറയൊന്നും വേണ്ട. പക്ഷെ എന്താ സുഹൃത്തുക്കളൊക്കെ എന്താ പറഞ്ഞ, ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞ മോന്റെ അടുത്ത്? സൂപ്പറാന്ന് പറഞ്ഞോ? അച്ഛൻ ഡൽഹി പോയാലും എല്ലാരും പറഞ്ഞു അച്ഛനപ്പ വരുവാന്ന്. അറിയാം. അച്ഛന് ഫാൻസ് ഉണ്ട്. അച്ഛനാണോ അമ്മയ്ക്കാണോ ഏറ്റവും കൂടുതൽ? ഇവർക്കാ ഇല്ല, എനിക്കില്ല. ഇവർക്ക് ഫാൻസ് ആണോ? ഇവർക്ക് രണ്ടുപേർക്കാണോ? അമ്മക്ക്. എനിക്ക് തോന്നുന്നു പക്ഷെ അമ്മേനെ കുറച്ച് വിഭാഗം പേരുണ്ട് ഇഷ്ടപ്പെടുന്നത്. അതേപോലെ തന്നെ കവിചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഋതുക്കൂട്ടർ അങ്ങനെ ഓരോരോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ അമ്മ എനിക്ക് പറയാനുള്ളത്, ഇത്ര എളിമയിൽ നിന്ന് നിങ്ങളുടെ വീഡിയോയില് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. നമ്മളെ നാട്ടില് എല്ലാരും ഏകദേശം ഇങ്ങനെ തന്നെയുള്ളത്. നമ്മള് മാത്രമല്ല, ഞങ്ങള് വീഡിയോ എടുക്കുന്നോണ്ട് ആള് കാണുന്നുള്ളൂ. എല്ലാരും നമ്മളെ ചെങ്ങൈമാരുടെ വീട്ടിലായാലും അവരെല്ലാം നമ്മളെ കിട്ടിയല്ലേ ഇങ്ങനെയൊന്നല്ല, ഇങ്ങനെ തന്നെയാണ് അവരും എല്ലാരും. പക്ഷെ നമ്മള് ഇപ്പൊ ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എന്നല്ല, നമ്മള് ചൂടാൻ ചെയ്യില്ല. അല്ല, നമ്മള് സാധാരണ എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. എല്ലാരും നമ്മുടെ നാട്ടിലെല്ലാരും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ദൂരത്തുനിന്നെല്ലാം പറയുന്നേക്കുമ്പോഴായിരിക്കും നമ്മള് എല്ലാരും ഇങ്ങനെയുള്ളത് നമ്മളെ വീട്ടിൽ കാണിക്കുന്നോണ്ട് തോന്നുന്നു. അതെന്താന്നറിയോ ചേട്ടാ, സാധാരണ നമ്മൾ കുറച്ചൊക്കെ ആർട്ടിഫിഷ്യൽ ആവാറുണ്ട് ചില യൂട്യൂബേഴ്സിനെ കാണാൻ നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒന്ന് ചേട്ടൻ പറഞ്ഞ പോലെ മൈക്ക് യൂസ് ചെയ്യില്ല. കാരണം അവർക്ക് ആ നാച്ചുറൽ സൗണ്ട് വേണം എന്നുള്ളത് മൈക്ക് യൂസ് ചെയ്യില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള സൗണ്ട് ഈ എല്ലാ പുറത്തുള്ള സൗണ്ട് എല്ലാം വരുമ്പോൾ നമ്മളെ ശരിക്കും ഒരു സ്ഥലം നമുക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. നമ്മളെ സൗണ്ട് കുറച്ച് പറഞ്ഞാലും അവിടെ ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാം കേൾക്കുന്നില്ലേ. അപ്പൊ നമ്മള് മൈക്ക് ഉപയോഗിക്കുമ്പോൾ ആ നോയ്സ് അങ്ങ് പോയിട്ട് നമ്മളെ ഇത് മാത്രമേ കിട്ടൂ. അന്നേരം ആ ഒരു സ്ഥലം നമ്മൾ വിട്ടുപോകുന്നില്ല. ആദ്യം മുതലേ വീടിയുമ്പോ ആ സ്ഥലം പക്ഷീന്റെ വീട് ഭയങ്കര പക്ഷികളാണ്. വീട്ടിന് ചുറ്റും നമ്മൾ ഇറങ്ങി ചെയ്യുന്നവർക്കല്ല. പിന്നെ വെള്ളത്തിന്റെ സൗണ്ട് എല്ലാം ഭയങ്കര സൗണ്ട് ശരിക്കും ഭയങ്കര എഫക്റ്റ് ആണ്. ഭയങ്കര ശാന്തതയുള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലേ അമ്മ ഈ സ്ഥലം എന്ന് പറയുന്നത്? പണ്ടേ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ഇത്. സ്ഥലമാണ്. സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ ആ സ്ഥലത്തിന് ഇഷ്ടപ്പെട്ടു. രണ്ടാക്കും വേണ്ട ഒരു ഇഷ്ടം. അപ്പൊ അങ്ങനെ ആണ് നമ്മള് ഇവിടെ ഇങ്ങനെ എത്തിയത്. അപ്പൊ നിങ്ങക്ക് പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴത്തേക്ക് എന്താ അവര് പറഞ്ഞിരുന്നേ? ചേച്ചിയുടെ ഫാമിലി എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ മലയാളം ഒക്കെ എങ്ങനെയാ പഠിച്ചേ? മലയാളം എഴുതാനും വായിക്കാനൊക്കെ ആരാ പഠിപ്പിച്ചത്? ബിച്ചേട്ടാണോ പഠിപ്പിച്ചത്? തന്നെ. എന്താ എഴുതില്ലേ ചേച്ചി? ഐശ്വര്യാണ്. നമ്മള് ആദ്യ വീഡിയോയിലെല്ലാം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു. ഓളാന്ന് എനിക്ക് മലയാളം ഇങ്ങനെ എഴുതാൻ വേണ്ടി പഠിപ്പിച്ചേനെ. പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങനെ എഴുതാനറിയില്ല, പക്ഷെ പറയാൻ നല്ല കാര്യങ്ങളും അറിയാല്ലേ. പറയുന്നുണ്ട് മലയാളം, അങ്ങനെ പറയും. അപ്പൊ ആദ്യമൊക്കെ ദേഷ്യം വരുമ്പോ ഇങ്ങനെ എന്താ പറയാ, വഴക്കൊക്കെ പറയുമ്പോ ചേച്ചിക്ക് മനസ്സിലാവാറുണ്ടായിരുന്നോ? ചേട്ടൻ വഴക്ക് പറയുമ്പോഴത്തേക്കും എന്നാലും ലേശം എന്തെങ്കിലുമൊക്കെ പറയാറില്ലേ ചേച്ചി? നമ്മളങ്ങനെ വഴക്കുണ്ടെന്നും വരത്തില്ല. എന്നാലും ചെറുതിലുണ്ടാന്ന് പറയുന്നേക്കാം. അങ്ങനെയൊന്നും വരില്ല. ഞാൻ എന്തെങ്കിലും ഇത് ഓർത്തെടുത്ത് അവിടെ ഇട്ടാലോ
ഈ കൊച്ചു അടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടല്ലേ, ഇടുന്നത് ആടിയിടുക അങ്ങനത്തെ എല്ലാം പറയുന്നതല്ലാണ്ട് വേറെ അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് മനസ്സിലാവും അല്ലേ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമ്മളില്ലേ ഇപ്പൊ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം നമുക്കൊരു കല്യാണം കഴിച്ചൊരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ലൈഫിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സമയത്തുള്ള വന്നോട്ട് നമ്മളെ ലൈഫ് എല്ലാവർക്കും. അവർക്ക് ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻ. ആ സമയത്ത് നമുക്ക് ചാനലൊക്കെ തുടങ്ങിയിട്ട് ശരിക്കും ആ സമയത്തുള്ളൊരു സന്തോഷത്തോടെ നമ്മളിങ്ങനെ ഒന്ന് തിരക്കാതെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോകൾ നല്ലോണം ചെയ്തുകൊണ്ടേ. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന് മുമ്പായാലും ഓളെ കല്യാണം കഴിച്ചു വന്നിട്ട് നമുക്കൊരാൾ അധികം കൂടി എന്ന് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യവും അന്നേരം എങ്ങനെയാണ് നമ്മള് ഡ്രസ്സ് മേടിക്കാൻ പറയുമ്പോൾ നമ്മളൊരു ഡ്രസ്സ് നല്ല മേടിച്ചോട്ടാ മേടിക്കണ്ട, ചെറിയ ചോദിച്ചാൽ മേടിക്കും. അങ്ങനെ നമ്മളെ അറിഞ്ഞിട്ട് തന്നെയാണ് അന്നേരം പെരുമാറില്ല. നമ്മളെ ഞാൻ എപ്പോ എന്റെ ചങ്ങന്മാരോടായാലും എല്ലാവരും പറയല് നമ്മളെ അങ്ങനെയെല്ലാം മനസ്സിലാക്കുന്ന റോള് നമുക്ക് കിട്ടണമെന്നില്ല, പ്രാർത്ഥിക്കാന്നല്ല എന്ന് വെച്ചാൽ. അപ്പൊ ചില വീഡിയോയിലെല്ലാം അങ്ങനെ കാണാം ഇങ്ങനെയല്ല. പക്ഷെ നമുക്ക് അനക്ക് കിട്ടി അങ്ങനെ ഒരാളായോണ്ട് ഞാൻ ഇപ്പം പക്ഷെ അവരോട് പഠിക്കാൻ പോകുന്ന പഠിക്കല്ല കേട്ടോ. അത് നമുക്കത് അത്ര അവരുടെ നാട്ടിലെ അങ്ങനെ ഒരു ഇതായോണ്ട് അങ്ങനെയത്. ഇപ്പം എന്താ പറയാ, ചേട്ടൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അറിയായിരുന്നു ഇങ്ങനെ കാശൊക്കെ കിട്ടും ആദ്യം അറിയുന്നുണ്ടായിട്ടില്ല. ആരാ പറഞ്ഞ ഇങ്ങനെ കാശൊക്കെ കിട്ടും എന്നുള്ള കാര്യം? ജിതിയ പറഞ്ഞത്, കൂട്ടുകാരനാണ്, നമ്മളെ സുഹൃത്താണ് പറഞ്ഞിങ്ങനെ മോണിറ്റൈസേഷൻ ആകുമ്പോൾ പൈസ കിട്ടും അങ്ങനെ കിട്ടുന്ന അങ്ങനെ പറഞ്ഞാൽ ഒന്നിനെ ആക്കി തന്നെയാണല്ലോ. ആദ്യത്തെ ഇൻകമിൽ എന്താ മേടിച്ചത്? നമുക്ക് ഒന്നൊരു അതേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 8500 അത്ര എങ്ങനെയാണെന്ന് തോന്നുന്നു. 8500 പിന്നെ 12000 അങ്ങനെ. അതിലെന്താ മേടിച്ചേ? ആർക്കെങ്കിലും എന്തെങ്കിലും മേടിച്ചു കൊടുത്തതാണോ? അമ്മയ്ക്ക് മേടിച്ചത്? എന്താ മേടിച്ചെന്ന്? അത് ആദ്യം അമ്മക്ക് വാൾവിന്റെ ഒരു മാറ്റി വെക്കലാണ്. അത് അമ്മ പറയും ഇടക്കിടക്ക്. അല്ല അത് നമുക്ക് നല്ലോണം ബുദ്ധിമുട്ടായിട്ട് പിന്നെ നമുക്ക് വന്നത് അത് എന്തായാലും എടുക്കാൻ പൈസ കൊടുക്കാൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനത് എല്ലാവർക്കും നല്ല മേടിച്ചിട്ട് തന്നെ ചെയ്തത്. പിന്നെ ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് പൈസ എഡിറ്റ് ചെയ്തത് ആർക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. നമ്മള് അനക്കൊന്ന് നമ്മളൊരു ലോൺ അടക്കാൻ തന്നെയാണ് അതിന്റെ അടക്കം ചെയ്ത് ആദ്യത്തെ ഒരു അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ ലോണിന്റെ അകത്ത് നമ്മള് ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതാ അവർക്ക് അടക്കം ചെയ്ത് നമ്മളൊന്നും എടുത്തില്ല. അത് ശരിക്കും അത് അല്ല എൻ്റെ അടുത്ത് മേടിക്കണമെന്ന് എനിക്ക് ഇപ്പം തോന്നലുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് പറ്റിയില്ല. ഇപ്പം ചേച്ചി ഇങ്ങനെ കെയറിംഗ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇപ്പൊ പ്രഗ്നന്റ് ആയി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഡൽഹിയില് ക്രിസ്റ്റൽ പ്ലേ ബട്ടൺ മേടിക്കാൻ. അല്ല വിഷമമുണ്ടോ? ഇല്ല, നമ്മളില്ലേ ഈ സാധനം ഈ പ്ലേ ബട്ടൺ കിട്ടിയല്ലോ, അതുപോലെ നമുക്കത് അറിയില്ല. എനക്കും അറിയില്ല, നമ്മളെ കൂടെയുള്ളവർക്കായിരിക്കും അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല ആ സംഭവം. അപ്പൊ എനക്കിനെ പറ്റി ഞാൻ വീഡിയോയിൽ അടിച്ചു നോക്കുമ്പോൾ കുറെ ആൾക്ക് ഈ മിസ്റ്റർ ബീസ്റ്റിന്റെ അവർക്കുള്ളൊരു ഇങ്ങനെയുള്ള പുലി പോലി ഇങ്ങനത്തെ കണ്ട്. അല്ലാണ്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് അതിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ അത്ര മാത്രം അതിന്റെ വില എനിക്ക് അറിയുന്നുണ്ടായിട്ടില്ല. സത്യം ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ വീഡിയോ ഇടുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു വില എനിക്ക് മനസ്സിലായത്. വെച്ചാൽ എത്രപാട് ആൾക്കാർ വിളിക്കലും മെസ്സേജ് അയക്കലും നമ്മളെ എല്ലാ സുഹൃത്തുക്കളായാലും ഇത് അന്നേരം എല്ലാവരും അറിഞ്ഞത്. ഞാൻ പോയത് അത്ര കുറച്ച് ആൾക്കാരെ അന്നേരം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 ലക്ഷം അത്രയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അതിനുശേഷം നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൽ അങ്ങനെയെല്ലാം അറിയാം. അവരെല്ലാം കാത്തിരിക്കുന്നതിനും അവർ ഭയങ്കര സന്തോഷത്തിലാണ്. അവര് നല്ല നമ്മളെക്കാട്ടി സന്തോഷം നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ അംഗങ്ങൾക്കാണ്. ഫേസ്ബുക്കിലല്ല അവർക്കാണ് സന്തോഷം നമ്മൾ വിളിക്കുന്നത്. പക്ഷെ എനിക്കിത് തിരിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ എത്രമാത്രം അത് നമുക്കത് ഒന്നാമത് ആ വിളിച്ചിട്ട് അവിടെ പോകുന്നതിന്റെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ഞാൻ ഒറ്റക്ക് പോകുന്നതിന്റെ ബുദ്ധിമുട്ടില്ല. ഞാനിങ്ങനെ വരുന്നില്ല. മുംബൈയിൽ നമ്മൾ വിളിച്ചപ്പോൾ നമ്മൾ ഈ വയനാട്ടിലെ സഹായമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിന്റെ സംഘടനയുടെ ഭാഗമായിട്ട് തിരക്കില്ല. ഞാൻ വരുന്നില്ല പറഞ്ഞ ഒഴിവായതാ. രണ്ടാമത് അവര് ഡൽഹിയിലെ പരിപാടിക്ക് എന്തായാലും വരണോ ഇങ്ങനെ യൂട്യൂബിൽ CEO വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഞാനെല്ലോ സത്യം പറഞ്ഞാൽ മുന്നേ നോക്കി. ഇത് അതുൽ ബ്രോ നമ്മളെ ഈ യൂട്യൂബിന്റെ ഒരു കണ്ടന്റ് വിചാരിക്കും. പുള്ളിയോടനെ ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെ ഒഴിവാക്കി തരാൻ പറ്റുമോ, നമുക്ക് നാട്ടിലെങ്ങാനും അയച്ചു തരാൻ പറ്റുമോ ഈ സാധനം. അല്ല പിന്നെ ചോദ്യം ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇത് നീ മേടിച്ചിട്ടില്ലേ പിന്നെ ഇത് അത്ര വലിയൊരു ചാൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത് അവർ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുക, അവര് നിന്റെ അടുത്ത് അവർ സംസാരിക്കാൻ 15 മിനിറ്റ് സമയം തന്നിട്ടുണ്ട് പറഞ്ഞു CEO. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് അത്രപാട് സംസാരിക്കാനുള്ള സമയമില്ല, സമയം അറിയില്ല എനിക്ക് അത്രപാട് ഞാനൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പുള്ളി പറഞ്ഞു ഇത് വലിയൊരു ചാൻസ് ആണ്, എല്ലാവർക്കും കിട്ടില്ല. അങ്ങനെ ഇതൊരു അവസരം കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും അത് കടപ്പേറ്റ് മേടിക്കണം, അവിടെ സംസാരിക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായി യൂട്യൂബിനെ പറ്റി കാര്യങ്ങൾ. അപ്പോൾ പുള്ളി നല്ല ഞാൻ 1-2 സജഷൻ പറഞ്ഞു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് യൂട്യൂബിൽ അടുത്ത് തന്നെ
വരും അത്. അപ്പൊ നമുക്ക് അന്നേരം അത് വെയിറ്റ് ചെയ്യാം, കാണാം. അതൊരു വലിയ കാര്യമാണ് അല്ലേ, ഒരു സജഷൻസ് ഒക്കെ പറയാൻ പറ്റും. അവരെ അടുത്ത് ആദ്യമേ ചോദിച്ചിട്ടുണ്ടായി എന്തെങ്കിലും സജഷൻ എന്നാ പറയാം. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് തോന്നിയ ഒരു സാധനം ഇത് ഇന്നത് വന്നിരുന്നെങ്കിൽ നമ്മളെല്ലാവർക്കും ഒരു ഗുണാവും എന്നൊരു കാര്യം ഞാൻ അടുത്ത് ചോദിച്ചു. ഞാൻ വന്നിട്ടാണെങ്കിൽ അതിപ്പോ അടുത്ത് തന്നെ വരുമായിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയില്ലായിരുന്നു അത് വരുന്നത്, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാന് ചോദിച്ചു ഇങ്ങനെ അതെല്ലാം നല്ലതാന്ന് പറഞ്ഞപ്പോ പിന്നെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് വരുമായിരിക്കും എന്ന് പറഞ്ഞു. അതെനിക്ക് അവർ പറയാൻ കഴിയില്ല, നമുക്ക് വന്നിട്ടാവും. ഈ പ്ലേ ബട്ടൺ കിട്ടിയ സമയത്ത് യൂട്യൂബിലെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ഇത് കിട്ടിയ സമയത്ത് ഞാൻ എല്ലാവരും അറിയില്ലല്ലോ. വീഡിയോ ഇട്ടതിന് ശേഷം ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം വീഡിയോ പോയതിനു ശേഷം വിളിയെന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് എനിക്ക് കുറെ ആൾക്കാർ ഇന്റർവ്യൂവിന്റെ എങ്ങനെയും കുറെ ആൾക്കാർ വിളിച്ചാൽ നിങ്ങൾ വിളിച്ചാൽ കുറെ ആൾക്കാരെ വിളിച്ചു. അപ്പോ കുറെ ആളല്ലേ കവി 2 ദിവസമായിട്ട് ഫോണ്. അന്നേരം നമുക്ക് മനസ്സിലായത് ഇതിന്റെ സത്യത്തിൽ ഇതിന്റെ എല്ലാരും കണ്ടവര് ഇത്. ഞാൻ സാധാരണ എനിക്ക് ആദ്യം ഡയമണ്ട് വട്ടം കേരളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഡയമണ്ട് വട്ടം വരുന്നുണ്ടായി. അന്നേരം ഞാനത് അറിയായിട്ട് മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ രണ്ടാമത് ഇതും ഞാൻ അറിയാണ്ട് വിളിക്കാണ്ടായിപ്പോന്ന് വെച്ചിട്ടാണ് അവരെന്നെ യൂട്യൂബിൽ അവരെന്നെ നട്ടാ. ഞാൻ എന്നെ കട്ടി അവരാണ് ശ്രദ്ധിച്ചിട്ടെല്ലാം ചെയ്തു തന്നെ. ഞാൻ അവർക്കാണ് നന്ദി പറയുന്നത്. അവർ എല്ലാ കാര്യത്തിലും നമ്മളെ കാര്യങ്ങൾ വിളിച്ചിട്ട് ഇതാക്കാനും പോകാനും. അവർ ഇപ്പോൾ കൊച്ചിയിലായാലും പരിപാടി നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ മെയിലൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും റിപ്ലൈ അയക്കുന്ന കാര്യം എനിക്കറിയില്ല. അപ്പോൾ അവരെന്നെ എല്ലാം ചെയ്തു തരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരുള്ളതുകൊണ്ടാണ് ഞാൻ ശരിക്കും യൂട്യൂബിൽ ഇപ്പൊ എനിക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യാനൊക്കെ പറ്റുന്നത്. ഈ വീഡിയോ ഒക്കെ ആരെ എഡിറ്റ് ചെയ്ത് തരണ? എത്ര സമയം എടുക്കും? ആരാ ചേച്ചി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരണ? ചേട്ടൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു? ആരാ പറഞ്ഞ? അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഷമീർ ഖാൻ മറ്റേ യൂട്യൂബ് കൊന്നു മലയാളം ചാനലുണ്ട്. അതുപോലെ ഷിജോ പി അബ്ബാം. അതിൽ ഷമീർ ഖാൻ രണ്ടാമത് കാണല്ലേ. ഷമീർ ഖാന്റെ കുറച്ചും നമുക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ പറയാറുള്ളൂ. അപ്പൊ അവര് ഞാനത് നോക്കി കണ്ടുണ്ടായി. അപ്പൊ പുള്ളി ഇതിലിട്ട ഒരു വീഡിയോ ഉണ്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നല്ലോ. അതുപോലെ കുറേ ചാനലിൽ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. അങ്ങനെ അവര് ഞാൻ ഒരു രണ്ടാഴ്ചത്തോളം ഞാൻ ഇത് പഠിക്കാൻ നോക്കി. വീഡിയോ എടുത്തതിന്റെ ഞാൻ ആ വീഡിയോ കൊണ്ട് ഒരു 2 ആഴ്ച കഴിച്ച് ഇന്ന് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് ഓരോന്നും തിരിയുന്നില്ല. അവസാനം 1 മാസം എടുത്തൊരു വീഡിയോയുടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അരമണിക്കൂർ വീഡിയോക്ക് ഒരു 40 മിനിറ്റ് എടുത്ത് ആ ടൈമിൽ ഇട്ടപ്പോ നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ലല്ലോ. നോർമലി ഇപ്പൊ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എന്താണോ വീട്ടിൽ നടക്കുന്നത് അത് തന്നെയാണ് അവർ വീഡിയോ ഒക്കെ ഇടുന്നത്. നമ്മള് ഈ ഷോർട്ട് ഫിലിം എടുക്കും നമ്മള്. അതിന് ഞാൻ തന്നെ അത് എനിക്കറിയാം തിന്നതാ വേണ്ടതെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് കഥയെല്ലാം ഞാൻ തന്നെയല്ലേ ആക്കുന്നത്. ഇന്നത് എനിക്ക് കിട്ടുന്ന അറിയുന്നതുകൊണ്ട് ഞാൻ ഇവര് പറയുമ്പോൾ അടവെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യും. എനിക്ക് വേണ്ടത് കഴിഞ്ഞാൽ അപ്പഴേ ഞാൻ കട്ട് ചെയ്യും. അപ്പൊ പിന്നെ അവർ പറഞ്ഞാലും ഒന്നും നമുക്ക് വിഷയമല്ല. എനിക്കത് അതാ വേണ്ടത് അത് എടുക്കും ഞാൻ, അത്രേ ഉള്ളൂ. അപ്പൊ വേഗം എഡിറ്റ് ചെയ്ത് തീരും. ഒരു സാധാരണക്കാരനായി ഒരു ബസ് ഡ്രൈവർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇപ്പൊ ഒരു എന്താ പറയാ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാൻ വേണ്ടി ഡൽഹി വരെയൊക്കെ പോയി ഈ ഒരു നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മകൻ? ഒരിക്കലും ഉണ്ടായിരുന്നില്ല. തന്നെ പോയിട്ടെന്നെ മോൻ ഒറ്റക്ക് മോൻ പോലെയില്ല. മോള് വന്നതിന് ശേഷം എനിക്ക് ധൈര്യമാണ്. മോളുണ്ടല്ലോ കൂടാന്ന് പറയും. അങ്ങനെ പോകും. ഇതിപ്പോ മോന് ഒറ്റക്കാ പോയിന്. അവരവിടുന്ന് വിളിച്ചിന് യൂട്യൂബിന്റെ ഒറിജിനൽ ഒരാളെ അമ്മ എല്ലാരും വരണേ ഞാൻ വിളിക്കും, ഞാനുണ്ടാവും കൂടെ ബിറ്റുവിന്റെ പറഞ്ഞിട്ട് വിളിച്ചിന് മോളെ. അവിടെ എങ്ങനെ ആളെ കൂട്ടത്തിലൊന്നും ഇവനെ താമസിക്കാൻ കഴിയില്ല. അവര് വേറെ തായല് ഇവൻ മേല. ഇവനിങ്ങനെ വീഡിയോയില് നമ്മളെ കാണാൻ ഇതുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നേ. 4ാമത്തെ ദിവസം 3 മണിക്ക് അങ്ങോട്ട് എത്തിനെ. അങ്ങനെ ഈശ്വരന്റെ കുട്ടി ഏരിയാവില്ല എന്താവില്ല. പിന്നെ അതൊക്കെ അവര് ആ ഒരു മോനുണ്ട് ഇവന്റെ ആ ഒരു യൂട്യൂബിന്റെ മോൻ, ആ ഒരു മോൻ ദൈവാണ്. അനുസരിച്ചിട്ട് മോന യൂട്യൂബിന്റെ ഒരുപാട് ആൾക്കാർ ഇവന്റെ കൂടെ ഉണ്ട് ചങ്ങായിമാരെ. അത് വേറെ ഇന്റെ തൈല അവരെ കൂടെ എല്ലാരും ഒരു കാണുന്നുണ്ട് പരിപാടിയെല്ലാം. എനിക്ക് രാത്രി ഒന്നും അറിയുന്നുണ്ടായിരുന്നു. നമ്മളെ ജിയോ ചാനല് ഇങ്ങനെ ആകാംക്ഷയില് നമ്മളിങ്ങനെ ഇരിക്കലാണ്. അപ്പൊ അവര് ഇതും കൊണ്ടുവന്നു. സന്തോഷായി കണ്ടു. എല്ലാരും നോക്കി. അങ്ങനെ ഈ കമന്റ്സ് ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലാണ് എല്ലാരും? വായിക്കാറുണ്ടോ കമന്റ് ഒക്കെ? എന്തൊക്കെയാണ് ഞാൻ പറയും വായിക്കാൻ വേണ്ടിട്ട്. വായിക്കും. ഞാനെല്ലാ കമന്റ് വായിക്കലുണ്ട്, റിപ്ലൈ എല്ലാം എഴുതാൻ കഴിയില്ല. എല്ലാവരും ലൈക്ക് എഴുതാൻ കൊടുക്കും. ഞാൻ പിറ്റേ ദിവസം വീഡിയോ ഇടുന്നവരെ ഞാൻ എല്ലാ കമന്റ് നോക്കലുണ്ട്. അന്ന് രാത്രി ഇട്ട് കഴിഞ്ഞ വീഡിയോ
പിറ്റേ ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കമന്റ് വരാൻ നടന്നു. അപ്പൊ അന്ന് ഞാൻ ഇതുവരെ എല്ലാം ചെയ്യണ്ടേ, എന്റെ വീഡിയോ ആണെന്ന് എനിക്ക് അറിയാം. ഞാൻ മാക്സിമം വിട്ടുപോകുന്നുണ്ട്. അത് ഫേസ്ബുക്കിലെല്ലാം എനിക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഈ വൈകുന്നേരം 7 മണിക്ക് അത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇടുക, പിന്നെ അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാറല്ലേ. അപ്പോൾ നമുക്ക് ശരി നമ്മളില്ലേ ശരിക്കും നമ്മൾ എല്ലാ കമന്റിനും നമ്മൾ റിപ്ലൈ കൊടുക്കണം. കാരണം നമ്മൾക്ക് നമ്മളെ ഒരു വീഡിയോ അവരിരുന്ന് കാണുന്നുണ്ടോ നമ്മളിതെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വന്നതല്ലോ. അപ്പൊ അവരൊരു ഇതാണ് നമ്മളെ ഒരു കമന്റ് അയക്കുക. അപ്പൊ നമ്മളതിനൊരു ലവങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരോടുള്ള ഒരു ഇതാണ്. നല്ല കാര്യമാണ്. അപ്പൊ ബിജുയുടെ എല്ലാ കമന്റും വായിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വളരെ കുറവാണ് അല്ലേ? നമ്മുടെ ചാനലിൽ അങ്ങനെ വരുത്തുന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് നമ്മളിപ്പം തന്നെ കണ്ടിട്ടില്ലേ, ദുരന്തം നടക്കുന്ന സമയത്ത് അത്ര വലിയ വിഷയം നടക്കുമ്പോൾ ചില കമന്റുകൾ ആളെ ഹൃദയം നടന്നിട്ട് വരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചിലവര് പല സ്ഥലത്തായിട്ടും കമന്റ് ഇടുന്ന ഞാൻ കാണലുണ്ട്. നമ്മൾ വേറെ നിങ്ങളിപ്പോ ഓരോ ഇതിന്റെ ഇന്റർവ്യൂലെല്ലാം അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടാണ്, എന്നാ അറിയില്ല ഇതുവരെ ആരാ അറിയില്ലാന്ന് പറ്റും. സത്യത്തിൽ നമ്മളെ അങ്ങനെ അറിയാൻ ഇല്ല. നമ്മൾ സാധാരണക്കാർ, നമ്മൾ ഏറ്റവും നാട്ടിലുള്ള ഒരു സാധാരണക്കാർ. അപ്പൊ നമ്മളെ എന്തെങ്കിലും അവരുടെ വീഡിയോനെ മുന്നിലോട്ട് പോയിട്ടേക്ക് ഞാൻ പറയുന്നുണ്ടാവാം. പക്ഷെ ഇതേ പുള്ളിനെ 2-3 എല്ലാ വീഡിയോക്കും ഇട്ടാവും ഞാൻ വരിക്കും. ഇവരെന്നെ ഉണ്ടാവും എല്ലാ വീഡിയോക്കും ഇടുന്നത്. ഞാൻ വരികോ പുള്ളിനെ ഞാൻ ചിലവരെല്ലാം നമുക്ക് തിരിയല്ലോ, ഇത് തന്നെ എല്ലാ വീഡിയോക്കും ഇടുന്നത് വരിക. അപ്പൊ അത് അറിയായിട്ടിരിക്കണം. ചിലപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിച്ച സ്ഥലത്ത് നമുക്ക് എത്താണ്ട് ഒരാളെത്തുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള ചിലപ്പോൾ വിഷമം കൊണ്ടോ അങ്ങനെ ഇടുന്നതായിരിക്കും. പക്ഷെ ആ കമന്റ് ഇട്ടുകൊണ്ട് അവർക്ക് സന്തോഷമാവുമെങ്കിൽ ചേച്ചിക്ക് വായിച്ച് കേൾപ്പിക്കാറുണ്ടോ? ഞാൻ ചിലതെല്ലാം ചേച്ചിക്ക് വായിച്ച് കേൾപ്പിച്ചാൽ ചേച്ചി ഒരുപാട് ചിരിച്ചൊരു കമന്റ് എന്തായിരുന്നു? അങ്ങനെ ഇല്ല, ഒരുമാതിരി കമന്റ് നല്ല കമന്റ് ആണ്. കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ആരുടെ ആ കാര്യമാണ് തിരക്കുന്നത്? എല്ലാരുടെ കാര്യം പറയും, ചോദിക്കാറുണ്ട്. ഋതുക്കുട്ടന്റെ ഫാനൊക്കെ ഉണ്ട് കമന്റ് ബോക്സിൽ. ഉണ്ട്. ഋതുക്കുട്ടൻ എന്താ പറയാനുള്ളത്? ഋതുക്കുട്ടൻ എനിക്കൊന്ന് കുഞ്ഞായിട്ടുണ്ട്, അവനധികം അല്ലേ ഉച്ചക്കുള്ള വീഡിയോ ഷോർട്സ് അവനും അനുട്ടിയിലാണ് മെയിനായിട്ട്. അപ്പൊ അതിൽ ഫുൾ അവരെ ആ ഒരു ആൾക്കാരായി കൂടുതലും അവരെ ഇഷ്ടപ്പെടുന്നത്. വൈകുന്നേരത്തെ വീഡിയോ ഞാൻ ഇടുന്ന ആഴ്ചക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല. നമ്മള് 7 മണിക്ക് രാത്രി 7 മണിക്കും കറക്റ്റ് വീഡിയോ ആ ടൈം ആകുമ്പോൾ എങ്ങനെയും കയറ്റി വീഡിയോ ആണോ ഉച്ചക്ക് 1 മണിക്ക് വിടും. ഇപ്പൊ രാത്രി ഇടുന്ന വീഡിയോയിൽ ഒരു ഓരോരോ ആൾക്കാരെ ഞാനിങ്ങനെ കുറച്ചധികം ഫോക്കസ് ചെയ്തിടും. അത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരെ വർത്തമാനം കേൾക്കാനൊക്കെ ചിലപ്പോൾ ഓരോരോ ആൾക്കാരെ അത് മാറ്റി ഇടും. അന്നേരം അവർക്കായിരിക്കും കുറച്ച് കൂടുതൽ. അതിപ്പോ ഇന്ന് കവിനെ നാളെ അമ്മേനെ നാളെ അന്വേട്ടി അങ്ങനെ മാറി. ശരിക്കും പുറത്തിറങ്ങുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടോ ഞാനും കൂടെ വീഡിയോയിലിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്? നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കും മടിയാണ് ആളുടെത്തേക്ക് എടുത്തു പോകാൻ, അവർക്ക് നിൽക്കാനും മടിയാനും. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട് അല്ലേ? ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി തന്നെ ആയിരുന്നല്ലേ ബിജു ചേട്ടന്റെ? ഇത് തന്നെ എന്റെ ഫാമിലി. അല്ല ചേച്ചിമാരാണ്. അയ്യോ അവരെല്ലാം വീഡിയോയിലുണ്ടായില്ലോ കേട്ടോ. സോറി നിങ്ങൾ കേട്ടോ, നിങ്ങൾ ചോദിച്ചത് മനസ്സിലായിട്ട് പറഞ്ഞു കേട്ടോ. അല്ല ഇതാണ് എന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ബാക്കി ചേച്ചിമാരെ അപ്പൊ ഞങ്ങളോ ഒന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാം ചേച്ചിമാരെ. അല്ല അത് കുഴപ്പമില്ല. അത് ചേച്ചിമാരെല്ലാരും വീഡിയോയിൽ വരുത്തുന്നുണ്ട്. നമ്മളെ മൂത്ത ചേച്ചീന്റെ രണ്ടാമത്തെ ചേച്ചീന്റെ മോളാന്ന് അനുട്ടി. മൂത്ത ചേച്ചി ഉണ്ടായിട്ടുണ്ട്, എന്റെ റീന ചേച്ചി, രാജൻ ചേച്ചി, അവരുടെ മക്കള് എല്ലാവരും വരുന്നുണ്ട്. നാട്ടിലെ സുഹൃത്തുക്കള് എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു അനുവിന് നമ്മളിപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ തുടക്കത്തിലേക്കുള്ള ഒരു കുട്ടിയാണ് അനു എന്ന് പറയുന്നത് അല്ലെ? അനുവിന്റെ പഠനമൊക്കെ എങ്ങനെയാണ്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലൊക്കെയാണ്. അപ്പോ ആദ്യം അനുവൊക്കെ ഇങ്ങനെ അഭിനയിക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഒക്കെ പറയാമോ വേണ്ട പോണ്ടെന്നൊക്കെ? ഉണ്ടാവില്ല. എന്തോ ചെയ്യോട്ടമ്മേ 10ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ചും കൂടി പഠനത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഓക്കെ. ഇപ്പൊ നമ്മള് അങ്ങനെ വരാൻ പറ്റില്ല. രാവിലെ പോയാ വൈകുന്നേരം വരെ ക്ലാസ്സാണ്. ഓക്കെ, നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ട് ക്രിസ്റ്റൽ എന്നൊക്കെ. അത് നമുക്കത് കാണേണ്ടത്, നമുക്ക് ഒന്ന് ഇതിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. കുറച്ചധികം വെയിറ്റ് ഉണ്ട്. നമ്മുടെ കൈയെല്ലാം ഇതായിട്ടുണ്ടെങ്കിൽ വഴുതി പോകുന്നുണ്ട്. ഞാൻ അതാണ് കെയറാക്കാൻ വന്നേട്ടാ. അതിപ്പോ നമ്മള് അത്രയും കെയർ ആക്കണമല്ലോ. ഇതിപ്പോ വഴുതുന്നുണ്ട് സത്യം പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന്. ഇത് തൊട്ട അപ്പൊ തന്നെ കൈ പറഞ്ഞാൽ തൊട്ട ചിണുങ്ങിയാണ് ഈ സാധനം. ഫുള്ളായിട്ട് ഇത് കൈയിന്റെ പാടങ്ങനെയായി. എനിക്കത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയാ, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഇപ്പൊ ക്രിസ്റ്റൽ ഉണ്ട്. ഇത് എന്തോ ഇതിന് മോഡലുള്ള ആരല്ലോ ഒരു ടെസ്റ്റ് ചെയ്ത് പറയുന്ന കേട്ടോ. ഇവിടെയുള്ള കവി വാഷിംഗ്ടണിൽ അങ്ങനെയുള്ള ഏതോ ഒരു ഇതിന്റെ ഒരു മോഡലാണ് പറയുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഇതിനെ പറ്റി കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ പറയുന്ന കേട്ടോ. നമുക്കിത് ഞാനൊന്ന് എടുക്കാൻ പോവാണ്. ഇത് കുട്ടീനെ എടുക്കുന്നല്ലോ. ഞാനൊന്ന് എടുക്കട്ടെ. ഞാൻ എടുക്കട്ടെ. ഓക്കെ.
അയ്യോ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഭയങ്കര വെയിറ്റ് ഇതിന് കേട്ടോ. കസ്റ്റമൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഫോട്ടോ നമ്മള് അവർ കൊടുക്കണേ, നമുക്ക് അറിയില്ല. ഓക്കെ ശരി, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിനല്ലേ, നല്ല വെയിറ്റ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. ഇങ്ങനെ മേടിച്ചപ്പോ അയ്യോ ആയിട്ടുണ്ടായിരുന്നു. അല്ല ഇതിന് വെയിറ്റ് പ്രതീക്ഷിച്ചില്ല. അത് ശരിക്ക് ഞാൻ ആ പുള്ളി എടുത്ത് കഴിച്ചപ്പോ ഞാൻ അങ്ങനെ ഞാൻ ഈസി ആയിട്ടില്ല പിടിക്കും, നമ്മള് ചെറുതല്ലത് കൈയാടുക്കുന്ന ഇങ്ങനെ ഇളകി പോകാനായിട്ട്. ഇതാണ് ശരിക്കും നീ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. 2 കൈയും പിടിച്ചാലും നിക്കുന്നില്ല. അപ്പൊ ഞാനിത് സുരക്ഷിതമായിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ. ബ്ലൂ ഡ്രസ് ആയതുകൊണ്ട് കാണാതെ അതെ, ഇത് അത്രയും അവര് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന സാധനമാണ് അല്ലേ? കാരണം നമുക്കിവിടെ പറയണ്ടോ സീക്രട്ട് ആയിട്ട് സൂക്ഷിക്കല് പറഞ്ഞാൽ ഇത് അതെല്ലാം ഉണ്ടായത് നമ്മളെ വീടിന്റെ ഇപ്പൊ അത് അതിന് ശേഷം നമ്മൾ അടക്കി വെച്ചേ. ഇതെല്ലാരും വന്നാൽ കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ തന്നെ വെക്കാനിരിക്കുന്നു. എനിക്കത് കാണാൻ പറ്റി. കാരണം നമ്മളെല്ലാരും അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ. അത് നമ്മൾ എടുക്കില്ല, നിങ്ങൾ എടുത്തോട്ടെ. അമ്മേ ശരിക്കും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതില് ബാക്കില് പേരൊക്കെ ഉണ്ട്, പിന്നെ എവിടെയൊക്കെ. ഇതാണ് ഡയമണ്ട് പ്ലേ ബട്ടൺ. ഓക്കെ, ഇതൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഇന്ന് എന്നാണോ ഇതിലേക്ക് എത്താന്നറിയില്ല ശരിക്കും. അപ്പം നല്ല വെയിറ്റ് ഉണ്ട്, നമ്മൾ കാണുന്ന പോലെ അല്ല അല്ലേ? ഇതൊക്കെ മേടിച്ചപ്പോ ശരിക്കും പെട്ടുപോയിട്ടുണ്ടാവും. നല്ല വെയിറ്റ് ഉണ്ട് ശരിക്കും. നമ്മള് എന്താ പറയാ, ഒരു വലിയൊരു പാറക്കല്ല് എടുത്ത് വെക്കുന്നേക്കാളും വെയിറ്റ് ഉണ്ട് അല്ലേ? വിമാനത്തിൽ കൊണ്ടുവന്നല്ലേ ഗ്ലാസ്സാ പറഞ്ഞത്. അപ്പൊ ഗ്ലാസ് ആയതുകൊണ്ട് ഇത് വലിയ പെട്ടിയാണ് ഉണ്ടായത്. അവര് അപ്പൊ നമുക്ക് കൊണ്ടുവരാൻ ഞാൻ അതെല്ലാം മാറ്റിയിട്ട് ഈ ചെറിയ പെട്ടിയിലാക്കി കൊണ്ടുവന്നു. ഇത് വെറുതെ യൂട്യൂബിൽ ഒട്ടിച്ചാണ്, ഇത് ഉണ്ടായിട്ടില്ല. നമ്മള് ഒട്ടിച്ച ഞാൻ ഈ സാധനം കൊണ്ടുവരാൻ ഇതിനുള്ളിൽ ഇതിന്റെ കവർ ഉണ്ടായത്. അപ്പൊ ഇതിനും നല്ല വെയിറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്ന പോലെ കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ഗോൾഡനും സിൽവറൊക്കെ എടുത്ത് വെക്കാം. ഇത് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ ആണ്. എനിക്ക് തോന്നുന്നു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും കിട്ടിയതാ അല്ലേ? ഓക്കെ, അതുപോലെ നമ്മളെ ഋതുക്കുട്ടന് കിട്ടിയ യൂട്യൂബിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് നടക്കുമല്ലേ ഇത്? എനിക്കൊന്ന് ഡാൻസ് കളിച്ചോ? അയ്യോ അല്ല, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളെ കാണുമ്പോൾ നമ്മുടെ പ്രായം. ഓക്കെ, ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കൊച്ചുകുട്ടികളെ പോലെയൊക്കെ. ഇതാണ് സിൽവർ പ്ലേ ബട്ടൺ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് 2 കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒരെണ്ണം ഇതിന്റെ ചെറുതും കൂടി ഇരിപ്പുണ്ട്. നമുക്ക് ഏറ്റവും വില മതിക്കാനായിട്ട് സംഭവം ഈ പറ്റത്തെ പ്രതീക്ഷിക്കാതെ ആ സമയത്ത് നമ്മൾ അങ്ങനെ അറിയാൻ സമയത്ത് തന്നെ നമ്മളെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും. ആദ്യമായിട്ട് വരുന്നവരില്ലേ, അതിന്റെ ഒരു കിട്ടുന്നതല്ലേ. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ചാനലാണ് 2.0 കൊടുത്തിട്ടുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇത്രയും അവാർഡൊക്കെ കിട്ടിയ എനിക്ക് തോന്നുന്നു ഇതിൽ പൊടി മൊത്തം ഞാൻ തൂത്ത് തുടച്ച് തന്നിട്ടുണ്ട്. ചേട്ടാ അതുകൊണ്ട് ഇതിലേതെങ്കിലും ഓക്കെ, കാരണം എന്താ അത്രയും അടിപൊളിയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലേക്ക് എഴുതല്ല, അതിനെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഇതൊക്കെ നമ്മൾ കാണുമ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒന്നും ഇല്ലായ്മയെന്ന് ഇതുവരെ എത്താൻ കഴിഞ്ഞതിൽ അത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇത് ഇത്രയും ഇവിടെ കുടുംബത്തിന് കിട്ടുക പറഞ്ഞാൽ ആർക്കെന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാരും എടുത്ത് കാണിക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് ആ ക്രിസ്റ്റൽ എടുത്ത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് ചേട്ടനത് കാണിക്കാത്തൊക്കെ. ഓൾറെഡി നമ്മൾ കണ്ടതാണല്ലോ. ഇതിപ്പം ഡയമണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ഈ ഫാമിലിക്ക് കിട്ടിയ ഒരു വലിയ യൂട്യൂബിൽ നിന്ന് ഒരു വലിയ അംഗീകാരം തന്നെ. കാരണം ഇത് അംഗീകാരം മാത്രമല്ല, കുറെ ആൾക്കാർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതും കൂടെയാണ് കേട്ടോ ഇത്. ഇതൊന്നും സത്യത്തില് നമ്മളിപ്പോ കാണുന്നവരെല്ലാരും കൂടി തന്നെയാണ്. അപ്പൊ നമുക്കിത് അവര് തന്നു നമ്മളെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആണ്, അവരെല്ലാം കൂടി ഉള്ളതല്ലേ. അതുകൊണ്ട് നമുക്കിത് മേടിച്ചു വെച്ചൊന്നുമില്ല, അല്ലാണ്ട് നമ്മളതായിട്ടല്ല, എല്ലാവരും കൂടിയാ. അതായത് അവരെല്ലാം എല്ലാവരും നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടു, അവരെല്ലാരും ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇത് കിട്ടി. അപ്പം